ഗസയിലെ വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കി ഇസ്രായേലിന്റെ ആക്രമണ നീക്കം. ഗസയിൽ വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്താൻ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സൈന്യത്തോട് നിർദ്ദേശിച്ചു. US നേതൃത്വവും ഇസ്രായേൽ നേതാക്കളുമായി തിരക്കിട്ട ചർച്ച നടക്കുകയാണ്. ഹമാസ് കൈമാറിയ ബന്ദിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ മുൻപ് തന്നെ വീണ്ടെടുത്ത് അടക്കം ചെയ്തെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. ഇത് വെടിനിർത്തൽ ലംഘനമാണെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ വീണ്ടും കനത്ത ആക്രമണത്തിന് ഒരുങ്ങുന്നത്. വെസ്റ്റ് ബാങ്കിൽ ഇന്ന് 3 പേരെ കൂടി ഇസ്രായേൽ കൊലപ്പെടുത്തി. മധ്യ ഗസയിലും തെക്കൻ ഗസയിലും അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ സേന ബോംബിട്ടിരുന്നു. വിശദാംശങ്ങൾ നൽകാനായി MCA നാസറും BK സുഹൈലും ചേരുന്നുണ്ട്. ആദ്യം MCA നാസറിലേക്കാണ് പോകുന്നത്. നാസർ, തുടക്കം മുതൽ തന്നെ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ഗസയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു തൊടുന്യായം പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണത്തിന് ഉത്തരവിടുകയാണ് ചെയ്യുന്നത്. ഗസ വീണ്ടും അശാന്തതയിലേക്ക് നീങ്ങുകയാണോ? എന്താണ് ഇസ്രായേൽ പറയുന്നത്? ഹമാസിന്റെ വിശദീകരണം എന്താണ്? അല്പം മുമ്പാണ് ഇസ്രായേലിന്റെ സുരക്ഷാ സമിതി മേധാവികളുടെ യോഗം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വിളിച്ചു ചേർത്തതും തുടർന്നാണ് അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഗസക്ക് മേൽ പുനരാരംഭിക്കാനുള്ള നിർദ്ദേശം സൈന്യത്തിന് നൽകിയതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. പക്ഷേ ഏത് സമയത്തായിരിക്കും ഈ ആക്രമണം പുനരാരംഭിക്കുക എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം സൈനിക ഭാഗത്തു നിന്നോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ഇനിയും ഉണ്ടായിട്ടില്ല. തിരക്കിട്ട ചർച്ചകൾ അമേരിക്കയുമായി തുടരുകയാണ്. പ്രധാനമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് ഈ മാസം 10 പ്രാബല്യത്തിൽ വരുത്തിയ ഒരു കരാറാണ്. അതുകൊണ്ട് തന്നെ ഈ കരാർ നിലനിൽക്കണം എന്നത് അമേരിക്കയുടെ താല്പര്യമാണ്. അമേരിക്ക അത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഗസക്ക് നേരെയുള്ള ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് ലോകത്തോട് തന്നെ വളരെ കൃത്യമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയതാണ്. ഈ 20 പദ്ധതി വിജയിക്കണമെങ്കിൽ ഈ ആക്രമണം പുനരാരംഭിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കേണ്ട ബാധ്യത പ്രധാനമായിട്ടും ട്രംപിന് തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശം വന്നിട്ടും സൈനിക നടപടികൾ ആ അർത്ഥത്തിൽ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഗസയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ ചർച്ച അമേരിക്കൻ നേതൃത്വവും ഇസ്രായേലുമായി നടക്കുന്ന ചർച്ചയുടെ ഒരു പരിണിതി എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ച് മാത്രമായിരിക്കും ഇത് ഒരു ആക്രമണം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കരാറിന് തുടക്കം മുതൽ തന്നെ ഉടക്കുവെക്കാനും നിർണായക ഘട്ടങ്ങളിലൊക്കെയും നേരത്തെയും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഘട്ടത്തിൽ അതിനെ അട്ടിമറിക്കാനും കൂട്ടുനിന്ന ഒരു വ്യക്തി കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു. അതുകൊണ്ട് തന്നെ തീവ്ര വലതുപക്ഷ വിഭാഗത്തിന്റെ വലിയ സമ്മർദ്ദവും നെതന്യാഹു നേരിടുന്നുണ്ട്. പക്ഷേ അമേരിക്ക അതിശക്തമായിട്ടുള്ളൊരു നിലപാട് കൈക്കൊള്ളുകയും തുർക്കിയും ഈജിപ്തും ഖത്തറും ചേർന്ന് ഹമാസ് നേതൃത്വവുമായിട്ട് നടത്തിയ അനുരഞ്ജന ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഒടുവിൽ ഏറ്റവും ശക്തമായിട്ടുള്ള 20 പദ്ധതിയോട് ആഭിമുഖ്യം പുലർത്താൻ ഹമാസ് നേതൃത്വം തയ്യാറായത്. അതാണ് ഒക്ടോബർ 10 നിലവിൽ വന്ന ഈ വെടിനിർത്തൽ കരാർ. അതിന് ഈ 125 തവണയാണ് ഈ 18 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ ലംഘിച്ചത്. എന്നിട്ട് പോലും അമേരിക്ക ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. ഇപ്പോൾ നേരത്തെ ജീന സൂചിപ്പിച്ചതുപോലെ വളരെ ഒരു തൊടുന്യായം പറഞ്ഞുകൊണ്ട് ഈ കരാറിനെ ലംഘിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതിനെ അമേരിക്ക പിന്തുണയ്ക്കുമോ? വീണ്ടും ഈ ഗസക്ക് മേലുള്ള അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണവുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പ്രതിരോധിക്കാൻ അമേരിക്കൻ നേതൃത്വം പ്രസിഡന്റ് ട്രംപിന് സാധിക്കുമോ എന്ന സുപ്രധാനമായിട്ടുള്ള ചോദ്യമാണ് ഈ രാത്രിയിൽ ഉയരുന്നത്. ഈ 125 തവണ നടത്തിയ ആക്രമണത്തിലൂടെ 100ഓളം പലസ്തീനികളാണ് ഈ വെടിനിർത്തൽ കാലയളവിൽ പോലും കൊല്ലപ്പെട്ടിരിക്കുന്നത്. അല്ലാത്ത ഉള്ള മരണം ഏതാണ്ട് 68,000 മുകളിലേക്ക് എത്തിയ ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള ചിത്രങ്ങൾ പിന്നിട്ട 2 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലും ഗസ അതിർത്തിയിലേക്ക് ഈ ട്രക്കുകളും മറ്റും കയറ്റിവിടാനോ അല്ലെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികൾ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞതിന്റെ പ്രയോഗവൽക്കരണം, റഫ അതിർത്തി തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് തുടരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് ഈ ബന്ദിയുടെ ഇന്നലെ രാത്രി ഹമാസ് കൈമാറിയിരിക്കുന്ന മൃതദേഹം 2 വർഷം മുമ്പ് തങ്ങൾ കണ്ടെത്തുകയും തങ്ങൾ സംസ്കരിക്കുകയും ചെയ്ത മൃതദേഹമാണ്. ഇപ്പോൾ അങ്ങനെ വ്യാജമായിട്ടുള്ള ഒരു മൃതദേഹം കൈമാറിക്കൊണ്ട് ഇസ്രായേലിനെ കബളിപ്പിക്കുക എന്ന തന്ത്രമാണ് ഹമാസ് നടത്തിയിരിക്കുന്നത്. അതാണ് പ്രകോപനപരമായിട്ടുള്ള നടപടി എന്ന് വ്യക്തമാക്കുന്നത്. ഈ മൃതദേഹങ്ങൾ കണ്ടെത്താൻ അതിശക്തമായിട്ടുള്ള നടപടികളാണ് ഈജിപ്തും റെഡ് ക്രോസുമായിട്ട് ചേർന്നുകൊണ്ട് ഇപ്പോൾ ഹമാസ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാൻ യൂനിസിലും എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇസ്രായേൽ പറയുന്നത് ഈ കൈമാറിയ ബന്ദി 2 വർഷം മുമ്പ് ഞങ്ങൾ കണ്ടെത്തിയതാണ് അവരുടെ മൃതദേഹം എന്നാണ് പറഞ്ഞത്. ഇതിൽ എന്താണ് ഹമാസിന്റെ പ്രതികരണം വന്നിട്ടുള്ളത് ഇതുവരെ?
ചീന ഹമാസ് ഇത് പൂർണ്ണമായിട്ടും നിരാകരിക്കുകയാണ്. തങ്ങളുടെ കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ 28 മൃതദേഹങ്ങളിൽ ഏതാണ്ട് പകുതിയോളം മൃതദേഹങ്ങൾ ഇതിനകം കൈമാറിയിരിക്കുന്നത്. ആ സമയങ്ങളിലൊന്നും ഇത്തരമൊരു ആവലാതിയോ പിന്നെ പരാതിയോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പൊടുന്നനെ ഇത്തരമൊരു വാദം ഉന്നയിക്കുന്നത് കൃത്യമായിട്ടുള്ള ചില സൈനിക ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ്. കാരണം ഈ കരാർ പൂർണ്ണമായിട്ടും അട്ടിമറിക്കുക, അങ്ങനെ ഗസയ്ക്ക് മേൽ തങ്ങളുടെ അധീശത്വം കൂടുതൽ ശക്തമായിട്ട് അരക്കിട്ടുറപ്പിക്കുക എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതിനെ പ്രേരിപ്പിച്ചത്. എന്തായാലും ഹമാസ് ഇന്നിപ്പോൾ രാത്രി ഇന്ത്യൻ സമയം 10:30 അടുത്ത മൃതദേഹം കൈമാറിയിരുന്നത്. അത് ഹമാസ് നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അത് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി മൃതദേഹങ്ങൾ കൈമാറുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന ഈ ആക്രമണം പുനരാരംഭിക്കാനുള്ള ആ പദ്ധതിയിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോയെങ്കിൽ മാത്രമേ അവശേഷിച്ച ഈ 13 മൃതദേഹങ്ങളും കൈമാറൂ എന്ന കുറെ കൂടി കൃത്യമായിട്ടുള്ള നിലപാടിലേക്ക് ഇപ്പോൾ ഹമാസും എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട 2 വർഷങ്ങളായി തുടരുന്ന അതികഠിനമായിട്ടുള്ള നരകതുല്യമായിട്ടുള്ളൊരു ജീവിതത്തിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവ് ആ ജനത നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ പോലും ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനോ അവിടേക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകാനോ സഹായ വിതരണം പുനരാരംഭിക്കാനോ താൽക്കാലികമായിട്ടുള്ള വസതികൾ പണിഞ്ഞുകൊണ്ട് അവർക്ക് അന്തിയുറങ്ങാനുള്ള ഒരു സുരക്ഷിത കേന്ദ്രം പണിയാനോ ഉള്ള ഒരു നീക്കം പോലും ഇസ്രായേൽ ഇനിയും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കടുത്ത പരീക്ഷണ ദിനങ്ങളെ തന്നെയാണ് ഈ പലസ്തീൻ സമൂഹം ഇനിയും നേരിടാൻ ഉറച്ചിരിക്കുന്നത്. പക്ഷേ അവരെ അതിന് അനുവദിക്കുമോ, അതല്ല പൂർണ്ണമായിട്ടും കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു ആക്രമണ പദ്ധതിയുമായിട്ട് അമേരിക്കയുടെ സൗകര്യത്തോടുകൂടി സഹായത്തോടുകൂടി ഇസ്രായേൽ മുന്നോട്ട് സുഹൈലിലേക്ക് കൂടി ഒന്ന് പോയിട്ട് വരാം. നാസർ സൂചിപ്പിച്ചതുപോലെ തന്നെ സുഹൈൽ, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 2 വർഷത്തിന് ശേഷം സമാധാനത്തോടെ ഗസയിലെ ജനങ്ങൾ ഉറങ്ങിയ ദിവസങ്ങളായിരിക്കും ഒരുപക്ഷെ കടന്നുപോയതെങ്കിലും 120-ലധികം തവണ ഗസയിൽ വെടിനിർത്തൽ ലംഘനം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ തുടക്കത്തിൽ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ യാതൊരു താല്പര്യവുമില്ല. ഇപ്പോൾ ഈ പറയുന്നതും ഇസ്രായേലിന് ഒരു തരത്തിലും നമുക്ക് വിശ്വസിക്കാനും സാധിക്കുകയില്ല. ഇസ്രായേൽ ഈ ഒരു കള്ളക്കഥ ഉണ്ടാക്കി അല്ലെങ്കിൽ വീണ്ടും ഗസയെ ആക്രമിക്കാൻ ഒരു കാരണമുണ്ടാക്കി മുന്നോട്ട് പോവുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. നെതന്യാഹുവിന്റെ നീക്കത്തെ എങ്ങനെ കാണണം? വംശഹത്യ പുനരാരംഭിക്കാൻ അത് എല്ലാവിധ സകല അടവുകളും പുറത്തിറക്കുകയാണ് നെതന്യാഹു എന്ന് നമുക്ക് പറയേണ്ടി വരും. വ്യാജവും അതേപോലെ തന്നെ അടിസ്ഥാനരഹിതവുമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇപ്പോൾ നെതന്യാഹു ചെയ്യുന്നത്. എന്താണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2 വർഷം മുമ്പ് ഗസയിൽ നിന്ന് അവർ വീണ്ടെടുത്ത മൃതദേഹം, ആ മൃതദേഹം തന്നെയാണ് ഇപ്പോൾ ഒരു സ്റ്റേജിങ് നടത്തി, ഒരു നാടകം നടത്തി ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കറിയാം, എത്ര തന്നെ ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ വെടിനിർത്തലിന്റെ 20 ദിന പദ്ധതികൾ എന്ന് പറഞ്ഞ ആദ്യം മുതൽ തന്നെയുള്ള ഓരോ ഘട്ടങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇസ്രായേൽ സന്നദ്ധമായിരുന്നില്ല. ഇതല്ലെങ്കിൽ വേറെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഗസയ്ക്ക് മേലുള്ള ആക്രമണം തുടരുമെന്ന് എല്ലാവരും അറിയാവുന്ന കാര്യമായിരുന്നു. റഫ അതിർത്തി ഇതുവരെ ഇസ്രായേൽ തുറന്നിട്ടില്ല. അതേപോലെ തന്നെ അതിനുശേഷം 100-ലധികം വരുന്ന ആളുകളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫലസ്തീനികളെ കൊന്നൊടുക്കിയത്. അപ്പോൾ ഒരു വെടിനിർത്തൽ കഴിഞ്ഞ ശേഷം 100ഓളം പേരെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിനെ വെടിനിർത്തൽ എന്ന് പേരിടുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. വെള്ളവും ഭക്ഷണവും എത്തുന്നത് വൈകിയിരുന്നു. അതേപോലെ തന്നെ വടക്കൻ ഗസയിലേക്ക് ഒരു സാധനവും കടത്തിവിടില്ല എന്ന നിലപാടിലേക്ക് എടുത്തിരുന്നു. എന്ന് മാത്രമല്ല 53% വരുന്ന പ്രദേശങ്ങളെ മഞ്ഞ വരക്കുള്ളിലാക്കി ഒരു ലൈൻ വരച്ച് ഒരു വിഡ്രോവൽ വരച്ച് അതിനപ്പുറത്തേക്ക് വരുന്ന എല്ലാവരെയും കൊലപ്പെടുത്തും എന്ന നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് നെതന്യാഹു ഇനി ഗസയുടെ ഭരണം അതേപോലെ തന്നെ ഹമാസിന്റെ നിരായുധീകരണം അടക്കമുള്ള നിർണായകമായ കാര്യങ്ങളിലേക്ക് കടക്കാനിരിക്കുകയാണ് മധ്യസ്ഥ രാജ്യങ്ങളും അതേപോലെ തന്നെ യുഎസുമെല്ലാം. ഈ സന്ദർഭത്തിൽ എത്രമാത്രം ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയും, ഈ ചുവപ്പ് വരയിൽ കടന്നുകൊണ്ട് എത്രമാത്രം ഇസ്രായേലിന് ഈ വെടിനിർത്തലിനെ ലംഘിക്കാൻ കഴിയും എന്നുള്ള പരീക്ഷണം നടത്തുകയാണ് നെതന്യാഹു ചെയ്യുന്നത് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഗസയുടെ നിയന്ത്രണം ഏതെങ്കിലും ഫലസ്തീൻ ടെക്നോക്രാറ്റുകൾക്ക് കൈമാറുക, അതിനുശേഷം ഇസ്രായേൽ സേന മടങ്ങുക, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ട്രംപിന്റെ പദ്ധതിയിലുള്ളത്. അത്തരമൊരു നിലപാടിലേക്ക് പോകാൻ ഒരിക്കലും സാധിക്കില്ല എന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഏതറ്റം വരെ പോയാലാണ് അമേരിക്ക തങ്ങളുടെ കൈക്ക് പിടിക്കുക എന്ന് പരീക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ നെതന്യാഹു ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള ചില ന്യായങ്ങളും തടസ്സങ്ങളും ഉന്നയിക്കുക മാത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ന് യഥാർത്ഥത്തിൽ ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി വിട്ടു നൽകാം എന്ന് ഹമാസ് പറഞ്ഞതായിരുന്നു. അതോടുകൂടി വിട്ടു നൽകുന്നവരുടെ മൃതദേഹം മാത്രം 17ലേക്ക് എത്തേണ്ടതായിരുന്നു. ഇനി കുറച്ച് മൃതദേഹങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അങ്ങനെ കാര്യങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ
ബന്ദികളുടെ മൃതദേഹം വിട്ടു നൽകി കഴിഞ്ഞാൽ എന്തു പേരിലാണ് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ആശങ്കപ്പെടുന്ന നെതന്യാഹു ആണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു കാരണം ഉണ്ടാക്കിയിരിക്കുന്നത്. മറുഭാഗത്ത് നമ്മൾ കാണേണ്ടത് കുറ്റകൃത്യങ്ങളിൽ, വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ നെതന്യാഹു വിചാരണ നേരിടുകയാണ്. ഈ വിചാരണ ഓരോ ദിവസവും നെതന്യാഹു മാറ്റി പോവുകയാണ്, എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് തന്റെ ഹിയറിംഗിൽ നിന്നും, ഈ ക്രിമിനൽ കേസുകളിലെ ഹിയറിംഗിൽ നിന്നും മാറി നിൽക്കുക എന്നൊരു പദ്ധതി കൂടി നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേലിനുള്ളിൽ വരുന്ന ഒരു പൊതുവികാരം ഒരുപക്ഷെ വീണ്ടും ഇലക്ഷനിലേക്ക് പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇലക്ഷൻ നീട്ടിവെക്കുക, അതേപോലെ തന്നെ കുറ്റകൃത്യത്തിന്റെ ഹിയറിംഗ് മാറ്റിവെക്കുക, കോടതിക്ക് മുമ്പിൽ പുതിയ ന്യായങ്ങൾ അവതരിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൂടി നെതന്യാഹുവിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താകും എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ വലിയ മാറ്റങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഇസ്രായേൽ ചെയ്യുന്ന ഏത് വംശഹത്യക്കും അതേപോലെ തന്നെ അധിനിവേശത്തിനും ഒന്നാം സ്ഥാനത്ത് നിന്നുകൊണ്ട് അതിന് പിന്തുണ കൊടുക്കുന്ന അമേരിക്കൻ ഭരണകൂടം നെതന്യാഹുവിനെ കൈക്ക് പിടിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ട്രംപ് പലതരത്തിലുള്ള ന്യായങ്ങൾ ഇതിനു മുമ്പിൽ വെക്കാറുണ്ട്. പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങൾ വളരെ വലിയ സങ്കടത്തിലും അതേപോലെ തന്നെ വലിയ നിരാശയിലുമാണ് ഇസ്രായേലിന്റെ ഈ നിലപാടുകൾ. ആ വിഷയത്തിൽ അറബ് രാജ്യങ്ങളുടെ വലിയ സമ്മർദ്ദം ഡൊണാൾഡ് ട്രംപിന് മുകളിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ വരികയും ഈജിപ്തിൽ വരികയും ഇവിടെ ലോകത്താകെയുള്ള വലിയ സമാധാനം താൻ പ്രഖ്യാപിച്ചു എന്ന് അറിയിക്കുകയും അറബ് രാജ്യങ്ങളെക്കാൾ ഇതിന് മുമ്പിൽ നിർത്തുകയൊക്കെ ചെയ്ത ട്രംപ് പലിശരഹിത ലോൺ നൽകാമെന്ന് ഫേസ്ബുക്കിൽ പരസ്യം ചെയ്ത യുഎയിൽ വ്യാപക തട്ടിപ്പ്. ലോൺ തുക ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി തട്ടിപ്പുകാർ രേഖയുണ്ടാക്കും. പക്ഷേ അക്കൗണ്ടിൽ ഈ തുക ക്രെഡിറ്റ് ആവില്ല. ഈ സാങ്കേതിക തകരാർ പരിഹരിക്കാനെന്ന പേരിൽ അപേക്ഷകരിൽ പണം തട്ടുന്നതാണ് ഇവരുടെ രീതി. ഷാർജയിൽ 60 വയസ്സുകാരനായ പ്രവാസിയും ഇത്തരത്തിൽ തട്ടിപ്പിനിരയായി. സാറിന് ഫണ്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിളിക്കുന്ന മുമ്പ് അത് പേയ്മെന്റ് ക്ലിയർ ചെയ്യും. സാറിന്റെ ഫണ്ട് വേണോ വേണ്ടേ, സാറിന് ഫണ്ട് വേണോ വേണ്ടയോ എന്നുള്ളത് കൺഫേം ചെയ്യാം. എനിക്കത് ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈമൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞു. എല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ കോൺടാക്ട് ചെയ്ത് തിരിച്ചു വിളിക്കുമ്പോട്ട് ഞാൻ കുറേ ദിവസം കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചു, കഴിഞ്ഞ ദിവസം വിളിച്ച് ഫോൺ എടുത്തില്ല. ശനിയാഴ്ച വരുന്നു, ശനിയാഴ്ച ചെയ്യില്ല. ഫേസ്ബുക്കിലൂടെ പലിശരഹിത ലോൺ വാഗ്ദാനം ചെയ്ത് നിരവധി പേരാണ് ഇപ്പോൾ UAEയിൽ തട്ടിപ്പിനിരയാവുന്നത്. 10,000 ദർഹത്തിന്റെ ലോണിന് അപേക്ഷിച്ച് 5,000 ദർഹം നഷ്ടപ്പെട്ട ഒരു ലോണ്ടറി ജീവനക്കാരനാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന് 60 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പ്രവാസമൊക്കെ നിർത്തി നാട്ടിലേക്ക് പോയി വീണ്ടും ഗൾഫിലേക്ക് തിരിച്ചു വന്ന ആളാണ്. എത്തരത്തിലാണ് ഈ പണം നഷ്ടപ്പെട്ടത്? എങ്ങനെയാണ് ഈ പരസ്യം ശ്രദ്ധയിൽപ്പെടുന്നത്? ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഫേസ്ബുക്കിലാണ് ഓൺലൈൻ ലോൺ ആപ്ലിക്കേഷൻ കണ്ടത്. അങ്ങനെയാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ലോൺ കിട്ടിയോ? എന്നിട്ട് ഇല്ല, ലോൺ കിട്ടിയിരുന്നു. പക്ഷേ അക്കൗണ്ട് നമ്പർ തെറ്റായത് കൊണ്ട് റിട്ടേൺ ആയിട്ട് പോയി. ഈ തട്ടിപ്പിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നതായിട്ട് വാട്സപ്പിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വരും. പക്ഷേ അതിൽ IBAN നമ്പറിൽ ചെറിയ ഒരു തെറ്റുണ്ടാകും. ഈ തെറ്റ് തിരുത്താനായി അവർ കാശ് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പല കുറിയായി കാശ് ആവശ്യപ്പെട്ടാണ് 5,000 ദർഹം നഷ്ടപ്പെട്ടത്. ഈ പണം എങ്ങനെയാണ് സ്വരൂപിച്ചത്? ഈ 5,000 ദർഹം ഇവർക്ക് കൊടുത്തല്ലോ, അതെങ്ങനെയായിരുന്നു? പലരിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് ഞാൻ കൊടുത്തത്. കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പലരിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് കൊടുത്തത്. ഇപ്പോൾ ഈ ലോണിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? ലോണിന് നാട്ടിൽ കുറച്ച് അത്യാവശ്യം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോൺ എടുക്കാൻ കാരണം. നാട്ടിൽ കുറച്ച് കടങ്ങൾ ബാധ്യതയുണ്ട്. അത് പ്രശ്നം പരിഹരിക്കാൻ ലോണും മറ്റും ഉണ്ടായിരുന്നു. ആ ലോണൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. വേറെ മാർഗം കാണാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു ലോണിൻ്റെ ഇത് കണ്ട് അങ്ങനെയാണ് അപ്ലൈ ചെയ്തത്. ഇത് ആരാണ് ഇതിന് പിന്നിൽ? മലയാളികൾ തന്നെയാണോ ഈ തട്ടിപ്പിന് പിന്നിലുള്ളത്? മലയാളികളാണ്. പേര് ചോദിച്ചപ്പോൾ മലയാളിയാണ്, കൊല്ലത്താന്ന് അവർ പറഞ്ഞിരുന്നു. മുഹമ്മദ് മുസ്തഫ ഉമർ എന്ന് ഒരാൾ പേര് പറഞ്ഞു, വേറൊരാൾ വിവേക് എന്ന് പറഞ്ഞത്. പിന്നെ ഈ കമ്പനി എവിടെയാണെന്നോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അവരുടെ ഫോൺ നമ്പറോ അങ്ങനെ വല്ലതും ഒക്കെ തന്നിരുന്നോ? ഫോൺ നമ്പർ ഫേസ്ബുക്കിൽ ഫോൺ നമ്പർ മാത്രമേ ഉണ്ട്. ആ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല. ബോട്ടിയം മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ. ബോട്ടിയമിലാണ് വിളിക്കുന്നത്. ബോട്ടിയമിലെ വിളിക്കുന്നത്. ഇപ്പൊ എന്താ അവർ പറയുന്നത്? അതിന് എന്തെങ്കിലും കാരണം പറയുന്നുണ്ടോ? ഈ അവർക്ക് കൊടുത്ത 5,000 ദർഹമെങ്കിലും തിരിച്ചു തരുമെന്ന് പറയുന്നുണ്ടോ? അവർക്ക് കൊടുത്ത 5,000 ദിർഹം കിട്ടണമെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യണം. ഇത് കംപ്ലീറ്റ് വെരിഫിക്കേഷൻ ചെയ്ത്
നിങ്ങൾക്ക് ലോൺ എമൗണ്ടിന്റെ കൂടെ ഇൻക്ലൂഡിംഗ് ആയിട്ട് പൈസ തിരിച്ചു തരുന്ന അവർ പറയുന്നു. അതായത് ഇപ്പോ ഇത് തിരുത്താനായിട്ട് ആവശ്യപ്പെട്ട തുക ലോണിന്റെ കൂടെ തിരിച്ചു തരും, ലോണിന്റെ കൂടെ തിരിച്ചു തരും. അങ്ങനെ പറഞ്ഞിട്ടാണ് ആദ്യം 2500 ദിർഹം ഞാൻ ആദ്യം കൊടുത്തത്. ആദ്യം 1000 ദിർഹം കൊടുത്തു, പിന്നെ രണ്ടാമത് 2500 ദിർഹം കൊടുത്തു, പിന്നെ 1500 വേറെയും കൊടുത്തു. അക്കൗണ്ട് നമ്പർ തെറ്റാതിന്റെ പേരിൽ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ പൈസ എന്ന് അവർ പറഞ്ഞത്. അത് റിട്ടേൺ ആയിട്ട് നിങ്ങൾ കാശ് കൊടുക്കുമ്പോഴൊന്നും ഇക്കാക്ക് സംശയം തോന്നിയില്ല? അന്നൊന്നും സംശയം തോന്നിയിട്ടില്ല. അത്ര നല്ല ഇതിലായിരുന്നു സംസാരം. സംശയിക്കാത്ത തരത്തിലുള്ള സംസാരമൊന്നും അവരടുത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഞാൻ പെട്ടുപോയത്. ഓക്കെ, അങ്ങനെയാണ് ഞാനത് ഫ്രീസിലേക്ക് ഇട്ടേക്കാം ഫണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോൺ കാലാവധി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫണ്ട് റിലീസ് ചെയ്തെടുക്കാം. അതേ ശ്രദ്ധിക്കും. ഇതിപ്പോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിരുന്നോ? പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ വെച്ചിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ നാളെ പോകും. ഇത്തരത്തിലുള്ളവർ രക്ഷപ്പെടുന്നത് പലപ്പോഴും ഇങ്ങനെയാണ്. ഈക്ക പോലും നമുക്ക് മുഖം തരാൻ തയ്യാറാകുന്നില്ല. കാരണം നാണക്കേട് ഭയന്നാണ്. പലരും നാണക്കേട് ഭയന്ന് തന്നെ പോലീസിൽ പോകാനും മടിക്കുകയാണ്. ഏതായാലും ഇത്തരക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ നിയമ നടപടി തന്നെയാണ് വേണ്ടത്. അക്ഷയ് പേരാവൂരിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ. കുവൈത്തിലെ കോടിക്കണക്കിന് ദിനാറിന്റെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ റാഫേൽ നറുക്കെടുപ്പിലൂടെ വൻ അഴിമതിയുമായി ബന്ധപ്പെട്ട 73 പേരെ വിചാരണയ്ക്ക് വിധേയരാക്കി. 2021 മുതൽ 2025 വരെ നടത്തിയ 110 വാണിജ്യ റാഫേലുകളിലാണ് കൃത്രിമം കാണിച്ച് പ്രതികൾ സമ്മാനങ്ങൾ തട്ടിയെടുത്തത്. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ റാഫിൾ ഡ്രോ അഴിമതി കേസിൽ വിചാരണ നടപടികൾ പുരോഗമിക്കുന്നു. പ്രതികൾക്കെതിരെ കൃത്രിമം, കൈക്കൂലി, വ്യാജരേഖ ചമയ്ക്കൽ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങളാണ് ചുമത്തിയത്. അന്വേഷണത്തിൽ നിരവധി ഉദ്യോഗസ്ഥരും വ്യാപാരികളും ഉൾപ്പെട്ടതായാണ് റിപ്പോർട്ട്. ചില ജീവനക്കാർ ഔദ്യോഗിക സ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്ത് റാഫിൾ ഫലങ്ങളിൽ കൃത്രിമം നടത്തി ആനുകൂല്യങ്ങൾ നേടുകയായിരുന്നു. ക്യാപിറ്റൽ പ്രോസിക്യൂഷൻ ഓഫീസും മണി ലോണ്ടറിംഗ് വിഭാഗവും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വൻ തട്ടിപ്പ് വെളിപ്പെട്ടത്. വ്യാജരേഖകളും ഇലക്ട്രോണിക് രേഖകളും ഉപയോഗിച്ച് നറുക്കെടുപ്പ് ഫലങ്ങൾ നിയന്ത്രിച്ചതായും കണ്ടെത്തി. അറ്റോർണി ജനറൽ നിയോഗിച്ച പ്രത്യേക സംഘം സാമ്പത്തിക രേഖകളും ഡിജിറ്റൽ തെളിവുകളും പരിശോധിച്ച് അന്വേഷണം പൂർത്തിയാക്കി. 1.174 ദശലക്ഷം കുവൈത്ത് ദിനാർ മൂല്യമുള്ള പണവും സ്വത്തുക്കളും പബ്ലിക് പ്രോസിക്യൂഷൻ കണ്ടുകെട്ടി. നിയമവും സുതാര്യതയും ഉറപ്പാക്കാൻ പ്രതിബദ്ധമാണെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. UAE-യിൽ ഈ വർഷത്തെ സ്വദേശിവൽക്കരണ ലക്ഷ്യം ഡിസംബർ 31-നകം പൂർത്തിയാക്കണമെന്ന് സ്വകാര്യ കമ്പനികൾക്ക് നിർദ്ദേശം. അല്ലാത്തപക്ഷം പിഴ ചുമത്തുമെന്ന് തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾ ഓരോ വർഷവും 2% സ്വദേശി ജീവനക്കാരെ നിയമിക്കണമെന്നാണ് നിയമം. 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള ചെറുകിട സ്ഥാപനങ്ങൾ ഈ വർഷം ഒരു സ്വദേശിയെ എങ്കിലും നിയമിച്ചിരിക്കണമെന്നും നിയമമുണ്ട്. 14 സുപ്രധാന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങൾക്കാണ് ഈ നിബന്ധന. മുഖ്യമന്ത്രി പിണറായി വിജയനെ വരവേൽക്കാൻ ഒരുങ്ങി ഖത്തറിലെ പ്രവാസി സമൂഹം. ഒക്ടോബർ 30-നാണ് മുഖ്യമന്ത്രിയുടെ ഖത്തർ സന്ദർശനം. ദോഹയിൽ നടക്കുന്ന മലയാള ഉത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 12 വർഷത്തിന് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഖത്തറിൽ സന്ദർശനം നടത്തുന്നത്. സന്ദർശന ദിവസം രാവിലെ പ്രവാസി നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 6-ന് അബുഹമ്മൂറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന മലയാളോത്സവം 2025 ആഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ലോക കേരള സഭയുടെയും മലയാള മിഷൻ സംസ്കൃതി ഖത്തർ ചാപ്റ്ററിന്റെയും ആഭിമുഖ്യത്തിലാണ് മലയാള ഉത്സവം സംഘടിപ്പിക്കുന്നത്. ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ വിപുൽ, ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, പത്മശ്രീ ഡോക്ടർ MA യൂസുഫ് അലി, കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് തുടങ്ങിയവർ പങ്കെടുക്കും. മുഖ്യമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി സംഘാടകർ പറഞ്ഞു. ബഹ്റിനിലും ഒമാനിലും എല്ലാം തന്നെ വളരെ വളരെ നല്ല രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തി അതിനേക്കാൾ ഭംഗിയായ രീതിയിൽ ഇവിടെ സമയക്കുറവൊക്കെ ഉണ്ടെങ്കിൽ പോലും 500 പരം ആളുകൾ കൂടിയ മീറ്റിങ്ങിലാണ് നമ്മൾ സംഘാടന ഓർഗനൈസേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയത്. ദോഹയിലെ 57ഓളം വരുന്ന പ്രവാസി മലയാളി സംഘടനകളിൽ ഭൂരിഭാഗവും നമ്മളോടൊപ്പം ഉണ്ട്. അതിൽ അവർ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കിയിട്ടില്ല. കാരണം കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി വരുന്നു, അതിന് സമുചിതമായ ഒരു സ്വീകരണം നൽകണം എന്നുള്ള ഒരു താല്പര്യം തന്നെയായിരുന്നു അതിന്റെ പുറകിൽ. മലയാളോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കായി അൽഖോർ, മിസൈദ്, ഇൻഡസ്ട്രിയൽ ഏരിയ, വക്ര, സലാൽ തുടങ്ങി ഖത്തറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സംഘാടക സമിതി ഭാരവാഹികളായ ജയരാജ് KR,
ഷൈനി കബീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. കുവൈത്തിൽ നിന്നുള്ള പ്രവാസി തൊഴിലാളികളുടെ പണമയക്കൽ 2.5 ബില്യൺ ദിനാറായി ഉയർന്നു. 2025 ആദ്യ പാദത്തിലെ കണക്കാണ് അധികൃതർ പുറത്തുവിട്ടത്. 2024 ഇതേ കാലയളവിൽ ഇത് 2.53 ബില്യൺ ദിനാറായിരുന്നു. ഏകദേശം 487 ദശലക്ഷം ദിനാറിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയത്. 5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വളർച്ചയാണിത്. മെച്ചപ്പെട്ട സാമ്പത്തിക സാഹചര്യങ്ങൾ, സർക്കാർ സ്വകാര്യ നിക്ഷേപങ്ങൾ, കുവൈത്ത് ദിനാറിന്റെ ഉയർന്ന മൂല്യം എന്നിവയാണ് വർധനവിന് കാരണമായത്. ഫിഫ അണ്ടർ-17 ലോകകപ്പിന് പന്തുരുളാൻ ഇനി 5 ദിവസം മാത്രം. ഖത്തറിൽ നവംബർ 3 മുതൽ 27 വരെയാണ് കൗമാര കാൽപന്തുത്സവം നടക്കുക. ലോകകപ്പിന്റെ ഗംഭീരമായ വിജയത്തിന് ശേഷമാണ് ഖത്തർ ഫുട്ബോളിന്റെ അണ്ടർ-17 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അനീഷ പവാർ ചേരുന്നുണ്ട്. അനീഷ, ഇനി ദിവസങ്ങൾ മാത്രമാണ് ലോകകപ്പിന് ബാക്കിയുള്ളത്. ഖത്തർ ഒരുങ്ങിയോ? സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? യെസ്, ജീന സൂചിപ്പിച്ചതുപോലെ തന്നെ കാൽപന്ത് കളിയുടെ ആവേശത്തിലേക്ക് ഖത്തർ നീങ്ങുകയാണ്. വീണ്ടും ഇനി വെറും 5 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ, മത്സരങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ ഫിഫ അണ്ടർ-17 ലോകകപ്പിന് ഇനി വെറും 5 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. നവംബർ 3 മുതൽ 27 വരെയാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. ആകെ 48 ടീമുകളാണ് ഫിഫ അണ്ടർ-17 ലോകകപ്പിൽ മത്സരിക്കുന്നത്. അത് 104 മത്സരങ്ങളായിരിക്കും ആകെ ഉണ്ടാകുക. ഈ 48 ടീമുകളും 104 മത്സരങ്ങളായിരിക്കും കളിക്കുക. ആകെ മത്സരങ്ങളുടെ എണ്ണമാണ് ഈ 104 എന്ന് പറയുന്നത്. ഈ 48 ടീമുകളും ചരിത്രത്തിലാദ്യമായിട്ടാണ് 48 ടീമുകൾ മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ആകെ 24 ടീമുകളായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത്. അതിന്റെ ഇരട്ടി 48ആയി ഇത്തവണത്തെ ടീമുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് ഇത്തവണ മത്സരം ഇത്തിരി കടുപ്പമേറുമെന്ന് തന്നെയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വേദികളൊന്ന് നോക്കിയാൽ ഫൈനൽ ഒഴികെയുള്ള മറ്റ് മത്സരങ്ങളൊക്കെ നടക്കുന്നത് ആസ്പെയർ സോണിലാണ്. ഫൈനൽ മത്സരം നടക്കുന്നത് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലുമാണ്. ഇനി ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഖത്തർ തന്നെ ഇറങ്ങും. ഇറ്റലി ആയിരിക്കും എതിരാളി. ആകെ ഈ 12 ഗ്രൂപ്പുകളാണ്. ഈ 48 ടീമുകളെയും 12 ഗ്രൂപ്പുകളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ 4 ടീമുകളാണ് ഓരോ ഗ്രൂപ്പിലും വീതം ഉണ്ടാകുക. അങ്ങനെ ആകെ 47 ടീമുകൾ മത്സരിക്കും. ഈ ഓരോ ഗ്രൂപ്പുകളിലെയും ആദ്യ 2 സ്ഥാനക്കാർ നേരിട്ട് നോക്കൌട്ടിലേക്ക് പ്രവേശിക്കുന്നതാണ് ഈ മത്സരത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മികച്ച 8 മൂന്നാം സ്ഥാനക്കാർ കൂടി ഈ നോക്കൌട്ടിലേക്ക് എത്തും എന്നതുകൂടി മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ ഏതൊക്കെയാണ് ഈ ഫിഫ അണ്ടർ-17 ലോകകപ്പിലെ പ്രധാനപ്പെട്ട ടീമുകൾ എന്ന് നോക്കിയാൽ അതിൽ ആതിഥേയരായ ഖത്തർ ഗ്രൂപ്പ് എയിൽ തന്നെയുണ്ട്. ശക്തരായ ടീമാണ്. ഒപ്പം തന്നെ അർജന്റീന ഇല്ലാതെ എന്ത് ഫുട്ബോൾ എന്ന് പറയുന്നത് പോലെ ഇതിലും അർജന്റീന ആധിപത്യം പുലർത്തുമോ എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ഡിയിലാണ് അർജന്റീന ഉള്ളത്. അർജന്റീനയ്ക്കൊപ്പം തന്നെ ഗ്രൂപ്പ് ഡിയിലെ മറ്റ് പ്രധാനപ്പെട്ട ടീമുകൾ എന്ന് പറയുന്നത് ബെൽജിയം, ട്യൂണീഷ്യ, ഒപ്പം തന്നെ ഫിജി ടീമുകളാണ് ഉള്ളത്. അപ്പം ഇനി ആരാധകർ കാത്തിരിക്കുന്നത് ബ്രസീൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാനായിരിക്കും. ബ്രസീൽ ഉള്ളത് ഗ്രൂപ്പ് എച്ചിലാണ്. ഹോണ്ടുറാസ്, ഒപ്പം തന്നെ ഇന്തോനേഷ്യ, സാംബിയ എന്നിവർക്കൊപ്പമാണ് ഗ്രൂപ്പ് എച്ചിൽ ബ്രസീൽ കളിക്കുക. താരതമ്യേന ബ്രസീൽ ഇത്തിരി സ്ട്രോങ് ആണ് എന്ന് പറയാം. പക്ഷേ കളിക്കളത്തിലേക്ക് എത്തുമ്പോൾ കാര്യം മാറി മറിയുമോ എന്നുകൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. മത്സരങ്ങളുടെ ഒരു സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ ഇത്തവണ വാർ സംവിധാനം അഥവാ വീഡിയോ അസിസ്റ്റന്റ് റെഫറി ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഈ ഫുട്ബോൾ കാണുന്ന ആരാധകർക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയായിരിക്കും. അതായത് ഈ റെഫറിക്ക് പുറമെ ഈ പെനാൽറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നവർക്ക് ഒരു സഹായം തേടുന്നത് വാർ സംവിധാനമാണ്. ഇപ്പം വളരെ കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ വാർ സംവിധാനം ഫുട്ബോളിൽ ഉൾപ്പെടുത്തിയതാലും അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോളിൽ വാർ സംവിധാനം ഉണ്ടാകില്ല. പകരം ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് എന്ന സംവിധാനമായിരിക്കും ഇത്. നേരത്തെ ഉപയോഗിച്ചു വന്നതാണ്. അതേ സംവിധാനം തന്നെയാണ് ഇത്തവണയും ഉണ്ടാവുക. ഒപ്പം തന്നെ നമ്മൾ ഇത്തവണത്തെ കാര്യം പറയുമ്പോൾ അതിന്റെ ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കണമല്ലോ. ഈ ഗൾഫിൽ ആദ്യമായി ആതിഥേയത്വം വഹിച്ചത് അത് UAE ആണ്. 2013 ഗൾഫ് ആദ്യമായി ഈ അണ്ടർ-17 വേണ്ടി വേദിയാകുന്നത്. ഒപ്പം ഖത്തർ ഇത്തവണ ആദ്യമായാണ് വേദിയാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ജീന തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുമ്പ് 2022 ലോകകപ്പിന് ഖത്തർ വേദിയായതാണ്. അത് വിജയകരമായി പൂർത്തിയാക്കാൻ ഖത്തറിന് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഖത്തറിന്റെ ഫുട്ബോൾ ആവേശം എത്രത്തോളം ഉണ്ട് എന്ന് അന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ അണ്ടർ-17 കൂടി ഖത്തർ വേദിയാകുന്നത്. ഈ കഴിഞ്ഞ തവണ മത്സരങ്ങൾ നടന്നത് അത് ഇന്തോനേഷ്യയിലായിരുന്നു. അതിൽ ചാമ്പ്യന്മാരായത് ജർമ്മനിയായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ ചാമ്പ്യൻഷിപ്പ് നേടിയ ടീം എന്ന് പറയുന്നത് നൈജീരിയയാണ്. നൈജീരിയയ്ക്ക് 5 തവണ ചാമ്പ്യൻ പട്ടം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം നമ്മൾ നേരത്തെ ബ്രസീലിനെ കുറിച്ച് സംസാരിച്ചല്ലോ. ബ്രസീൽ 2 തവണയാണ് കിരീടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഖത്തർ ഫുട്ബോൾ ആവേശത്തിലാണ്. ഇനി വെറും 5 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ജീന ഉള്ളത്. സൗദിയിലെ വാണിജ്യ വ്യവസായ മേഖലയിലെ നിയമങ്ങളിൽ കൂടുതൽ പരിഷ്കരണം വരുമെന്ന് സൗദി നിക്ഷേപ മന്ത്രി ഖാലിദ് അൽ ഫാലിഹ്.
പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് സൗദിയിലെ സ്വകാര്യ കമ്പനികൾക്ക് കൂടുതൽ അവസരം നൽകണമെന്നും റിയാദിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ ആദ്യ ദിനമായി ഇന്ന് വിവിധ കരാറുകളും ഒപ്പിട്ടു. 9,000-ഓളം പേരാണ് ഉച്ചകോടിയിൽ ഭാഗമാകുന്നത്. റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അഫ്താബ്, എന്തൊക്കെ പരിഷ്കരണങ്ങളാണ് പ്രധാനമായും സൗദി ലക്ഷ്യം വയ്ക്കുന്നത്? ഏതൊക്കെ കരാറിലാണ് ഇന്ന് ഒപ്പിട്ടത്? ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ ഒന്നാം ദിനം പൂർത്തിയാകുമ്പോൾ പ്രധാനമായും വിവിധ നിക്ഷേപ കരാറുകളിലേക്ക് നീങ്ങുകയാണ് FII. മറ്റന്നാൾ സമ്മേളനത്തിന്റെ അവസാന ദിനമായിരിക്കും ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാവുക. ആദ്യ ദിനത്തെ FIIയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള ചർച്ചകളായിരുന്നു. അതിൽ തന്നെ പ്രധാനപ്പെട്ടത് AI ഉൾപ്പെടെ സാങ്കേതിക വിദ്യകൾ, റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള മേഖലകൾ, ഈ രംഗത്ത് വരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളായിരുന്നു ഇതിലുള്ള പ്രധാനപ്പെട്ട ചർച്ച. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് നിക്ഷേപ രംഗത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. പ്രധാനമായും നിക്ഷേപ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് സൗദി അറേബ്യയിലെ നിയമം എത്രമാത്രം ലഘൂകരിക്കപ്പെടുമെന്നുള്ള സൂചനകൾ ഇന്ന് ഖാലിദ് അൽ ഫാലിഹ് എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ നിക്ഷേപ മന്ത്രി കൃത്യമായി നൽകിയിട്ടുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞു വെച്ചത് വരാനിരിക്കുന്ന മാറ്റങ്ങൾ പൂർണ്ണമായും നിക്ഷേപകരെ കൂടുതലായി സൗദി അറേബ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്ന തരത്തിലായിരിക്കും. സൗദി അറേബ്യയുടെ എണ്ണ ഇതര മേഖലയിലുള്ള വരുമാനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സൗദി അറേബ്യ സ്ഥാപിച്ച പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, അതായത് PIF എന്നറിയപ്പെടുന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലാണ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് നടക്കുന്നത്. PIF ആണ് ലോകത്തെ വൻകിട കമ്പനികളിൽ, വൻകിട സ്പോർട്സ് മേഖലകളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിക്ഷേപ സാധ്യതയുള്ള ലാഭമുള്ള മേഖലയിലെല്ലാം തന്നെ നിക്ഷേപം നടത്തുന്നത്. ഈ മേഖലയിൽ നിന്നും PIF മറ്റു സൗദിയിലെ സ്വകാര്യ കമ്പനികൾക്ക് കൂടി അവസരം നൽകണമെന്നുള്ളതും ഇന്ന് നിക്ഷേപ മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായിരുന്നാലും ആദ്യ ദിനം സമ്മേളനം അവസാനിക്കുമ്പോൾ ഏതാണ്ട് 9,000-ഓളം പ്രതിനിധികളാണ് അവരുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഇന്ന് പങ്കെടുത്തിട്ടുള്ളത്. ഇതിൽ വിവിധ തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും നടന്നിട്ടുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരും ഈ ഉച്ചകോടിയുടെ ഭാഗമായി റിയാദിലേക്ക് എത്തിയിട്ടുണ്ട്. അവരും ഈ ചർച്ചയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ നിന്നും പീയൂഷ് ഗോയൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം അദ്ദേഹം എത്തിയിട്ടില്ല. അതേസമയം തന്നെ ഇന്ത്യക്കാരായ നിരവധി നിക്ഷേപകർ ഈ ഉച്ചകോടിയുടെ ഭാഗമായി സജീവമായി പങ്കാളികളായി FIIയുടെ ഭാഗമായി ഇത്തവണയും ഉണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിൽ ഈ ഇന്ത്യൻ കമ്പനികളുടെയും ഒപ്പം തന്നെ അവരുമായുള്ള കരാറുകളും വരും ദിനങ്ങളിൽ പ്രഖ്യാപിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ചിത്രം, സംഘർഷം, ഒപ്പം തന്നെ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്ന് ചർച്ചയായിട്ടുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി വിവിധ രാഷ്ട്ര തലവന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇതിന് സമാന്തരമായിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. വരുന്ന 2 ദിനങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ വിവിധ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകളെല്ലാം തന്നെ സമാനമായ രീതിയിൽ പുതിയ സാധ്യതകളും നിലവിൽ സൗദി അറേബ്യയിൽ നിക്ഷേപകർ നേരിടുന്ന വെല്ലുവിളികളും മറികടക്കാനുള്ള ചർച്ചകളായിരിക്കും ഉണ്ടായിരിക്കുക. അത് തന്നെയാണ് നിക്ഷേപ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത്. ശരി, അഫ്താബ് റഹ്മാനാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്. തടസ്സങ്ങളും നിയന്ത്രണങ്ങളും നീങ്ങിയത് നിക്ഷേപകർക്ക് പുതിയ സാധ്യതകൾ നൽകുന്നതായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി സൗദി രാജാവിനും കിരീടാവകാശിക്കും കീഴിൽ പുരോഗമിക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യാ പരിഷ്കാരങ്ങൾ AI വരെ നടപ്പിലാക്കാൻ കഴിയാത്തവർ വിപണിയിൽ പിറകിൽ പോകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിക്ഷേപകർക്ക് പശ്ചിമേഷ്യയിലെയും ആഫ്രിക്കൻ മേഖലയിലെയും മികച്ച സമയം എത്തിയോ എന്നതായിരുന്നു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിലെ ചർച്ചയുടെ ഉള്ളടക്കം. സാങ്കേതിക വിദ്യകൾ നടപ്പാക്കുന്നതിൽ നിക്ഷേപകർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. റോബോട്ടിക്സ് അടക്കം ലുലു നടപ്പാക്കി വരികയാണ്. പുത്തൻ സാങ്കേതിക വിദ്യകൾ നടപ്പാക്കാൻ കഴിയാത്തവർ പിറകിൽ പോകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. And new laws are coming in the picture. So these 3, 4, 5 aspects for an investor is forcing the investor to invest in this great country, Saudi Arabia. We invested 3 billion. There was 2030 vision which His Royal Highness declared. We, Lulu Group as a retailer, we also decided to go with the 2030 vision. സൗദിയിൽ ദീർഘദൃഷ്ടിയുള്ള ഭരണ നേതൃത്വത്തിന് കീഴിൽ നിക്ഷേപ സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ നീക്കി പുതുവഴികൾ തുറന്നു. വിഷൻ 2030-നൊപ്പം ലുലുവും വളരുകയാണ്. 100 ഹൈപ്പർ മാർക്കറ്റ് എന്ന സ്വപ്നത്തിലേക്ക് 2030 മുന്നേ ലുലു എത്തും. We have to digitalize, we have to transform, and we have to be with the era, otherwise we will be backward. So in our case, we are doing this digitalization,
transformation, and also artificial intelligence, and we are using robotic systems. All this we already introduced in our retail sector. Otherwise, we cannot sustain. യൂറോപ്പും യുഎസും വിസ നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തുന്ന കാലത്ത് പുത്തൻ ടാലന്റുകളെ പശ്ചിമേഷ്യ സ്വീകരിക്കണമെന്ന് ചർച്ചയിൽ സംബന്ധിച്ചവർ ചൂണ്ടിക്കാട്ടി. റായിദ് വെഞ്ചേഴ്സ് ഫൗണ്ടിംഗ് പാർട്ണർ ഉമർ അൽ മജ്ദൂയി, വിഷൻ ഇൻവെസ്റ്റ് ചീഫ് പോർട്ട്ഫോളിയോ ഓഫീസർ അലി അയ്യൂബ്, ബി ക്യാപിറ്റൽ കോ ഫൗണ്ടർ രാജ് ഗാംഗുലി, മായ ഹുജേജ് എന്നിവരും സെഷനിൽ പങ്കെടുത്തു. മീഡിയ 1 റിയാദ്. സൗദിയിലെ ബിസിനസ് സമൂഹത്തെയും ഭരണകൂടത്തെയും പ്രവാസികളെയും ബന്ധിപ്പിക്കുന്നതിൽ മീഡിയ 1 സുപ്രധാന പങ്ക് വഹിക്കുന്നതായി മീഡിയ 1 സിഇഒ മുഷ്താഖ് അഹമ്മദ്. റിയാദിൽ നടക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ 4ാം തവണയും മാധ്യമ പങ്കാളിയായതോടെ ഭരണകൂട അതിഥിയായി എത്തിയതായിരുന്നു അദ്ദേഹം. മീഡിയ 1ന്റെ പ്രവാസിപക്ഷ പരിപാടികളും സൗദി ഭരണകൂടത്തിന്റെ പിന്തുണ ലഭ്യമാക്കാൻ സഹായിക്കുന്നതായി GCC ജനറൽ മാനേജർ സൊവ്വാബ് അലിയും പറഞ്ഞു. സൗദിയിലെ റിയാദിൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ 9ാം എഡിഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 9ാമത്തെ എഡിഷൻ നടക്കുമ്പോൾ അതിലേറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മീഡിയ 1 അതിന്റെ തുടർച്ചയായി 4ാം തവണയും മാധ്യമ പങ്കാളിയായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മളോടൊപ്പം മീഡിയ 1ന്റെ സിഇഒ കൂടി ചേരുന്നുണ്ട്. സർ, ഇത് മീഡിയ 1നെ സംബന്ധിച്ചിടത്തോളം 4ാമത്തെ മീഡിയ പങ്കാളിത്തമുള്ള FII ആണ്. തുടക്കം മുതലുള്ള 1ാമത്തെ എഡിഷൻ മുതൽ നമ്മളുണ്ട്. അപ്പോൾ FIയിലെ ഒരുപക്ഷെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും സിഇഒക്ക് സൗദി എത്തിയ ശേഷം. എന്താണ് ഇവിടുത്തെ ഫീൽ എന്താണ്? തീർച്ചയായും ഇത് വളരെ വലിയ ഒരു ഇനീഷ്യേറ്റീവാണ്. ഒരു എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ആ എക്കണോമിയുടെ മുന്നോട്ട് പോക്കിനെ കുറിച്ച് നിരന്തരം ആലോചിക്കുകയും ഗവേഷണം ചെയ്യുകയും ഏറ്റവും എക്സ്പേർട്ടായ വേൾഡ് ലെവലിൽ തന്നെ ഏറ്റവും എക്സ്പേർട്ടായ ആളുകൾ പങ്കെടുക്കുന്ന ചർച്ചകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് ഏതൊരു ഡെവലപ്പിംഗ് എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഈ FIയിൽ നമ്മളിപ്പോൾ കാണുന്നത് വേൾഡ് ലെവലിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രമുഖമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സാരഥികൾ, സംവിധാനങ്ങളുടെ സാരഥികൾ പങ്കെടുക്കുന്ന വലിയ വലിയ ഡിസ്കഷൻസ് ആണ്. ഒരു സാമ്പത്തിക സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉതകുന്ന ഏറ്റവും പ്രസക്തമായ ഡിസ്കഷനുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സൗദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ഇനീഷ്യേറ്റീവുകളെ ഏറ്റവും ഫലപ്രദമായി വിജയിപ്പിക്കാൻ ഉതകുന്ന ഡിസ്കഷനുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ തീർച്ചയായും മീഡിയ 1ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച് സർ. നമ്മോടൊപ്പം GCC ജനറൽ മാനേജർ സൊവാബ് അലി കൂടി ചേരുന്നുണ്ട്. അപ്പം സൗദിയിലെ നമ്മുടെ ഒരു സാന്നിധ്യം അത് FIയിൽ തുടക്കം മുതൽ തന്നെ നമ്മൾ പ്രൗഢമായിട്ട് നിലനിർത്തി പോരുന്നതാണ്. എന്താണ് പുതിയ എഡിഷനിൽ തോന്നുന്നത്? എന്തൊക്കെയാണ് ഇനി മീഡിയ 1 സൗദിയിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? അഫ്താബെ, ഏറ്റവും സന്തോഷം എന്നറിയുന്ന ഒരു നിമിഷം എന്താണെന്ന് വെച്ചാൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഇതിൻ്റെ അധികാരികൾ വന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് അപ്രീഷിയേറ്റ് ചെയ്ത് പറയുക എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംതൃപ്തി നമുക്കില്ല. അതിൻ്റെ കൂടി ഭാഗമാണ് 4ാം വർഷവും അവർ മീഡിയ 1നെ ഇതിൻ്റെ ഭാഗമാക്കുന്നത്. ഇത്രയും വലിയ ലോകത്തെ ഏറ്റവും വലിയ ഒരു എക്കണോമിക് കോൺഫറൻസ് എന്ന രൂപത്തിലേക്ക് ഈ FII വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അജണ്ട നിർണ്ണയിക്കുന്നതിൽ FII വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അർത്ഥത്തിലുള്ള ഒരു വലിയൊരു സമ്മേളനത്തെ, വലിയൊരു സംവിധാനത്തെ അതിൻ്റെ ഭാഗമാകാൻ മീഡിയ 1ന് കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ സംഗതി തന്നെയാണ്. 4ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ കൂടുതലായും ഈ കീ ടു പ്രോസ്പെരിറ്റി എന്നുള്ളതാണ് ഈ വർഷത്തെ തീം തന്നെ. എങ്ങനെയാണ് ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് ഈ മൊത്തം സമൂഹത്തെ, അത് മിഡിൽ ഈസ്റ്റ് മാത്രമല്ല വേൾഡിനെ തന്നെ നയിക്കാൻ കഴിയുക എന്ന തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ചർച്ചകൾ, അതിനുതകുന്ന ലീഡേഴ്സ്, ബിസിനസ്സുകാർ, അതുമായി ബന്ധപ്പെട്ട എക്കണോമിസ്റ്റുകളാണ്, ഈ ലോക നേതാക്കളാണ്, വേൾഡ് എക്കണോമിക് ഫോറം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ സൂക്ഷ്മമായ, വളരെ വിശദമായ ചർച്ചകൾ നടക്കുന്ന, ഒരുപക്ഷെ നാളെ എന്തായിരിക്കണമെന്ന ചർച്ചകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് മീഡിയ 1ന്റെ സാന്നിധ്യം, മീഡിയ 1ന്റെ അഭിമാനമാണ്. മീഡിയ 1 അത് വളരെ അഭിമാനത്തോടെയാണ് അതിനെ നോക്കിക്കാണുന്നത്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് മീഡിയ 1ന്റെ FIയിലുള്ള പങ്കാളിത്തം എന്ന് മാത്രമല്ല ഇതിനു മുൻപും ഇതിനു ശേഷവും മീഡിയ 1 സൗദിയിലെ മന്ത്രാലയങ്ങളുടെ വൈവിധ്യമാർന്ന പരിപാടികളിൽ മാധ്യമ പങ്കാളിയായി തുടരുകയാണ്. ജനുവരിയിൽ വരാനിരിക്കുന്ന മറ്റൊരു കോൺഫറൻസിലും ഇതേപോലെ തന്നെ സൗദി മന്ത്രാലയത്തിന്റെ ഒരു മാധ്യമ പങ്കാളിയായി മീഡിയ 1 എത്താനിരിക്കുകയാണ്. ഏതായിരുന്നാലും മീഡിയ 1ന്റെ ഇവിടെയുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത് അതിന്റെ തുടക്കം മുതലുള്ള എഡിഷൻ, FIയുടെ തുടക്കം മുതലുള്ള എഡിഷൻ മുതൽ അതിന്റെ 9ാം എഡിഷനിലും അതേ ജൈത്രയാത്ര തുടരുകയാണ്. റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ, മീഡിയ 1. ലോകത്തെ പ്രസിദ്ധമായ വിൻഡോസ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് മത്സരിക്കാൻ സൗദി അറേബ്യയുടെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കി.
ഹ്യൂമെയിൻ എന്ന് പേരിട്ട മെഷീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം AI സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുക. ഡാറ്റയും വിവരങ്ങളും അതിവേഗം ഇന്റർനെറ്റ് സഹായമില്ലാതെ ഇതിന് വിശകലനം ചെയ്യാനാകും. റിയാദിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് വേദിയിൽ ഹ്യൂമൻ CEO താരിഖ് അമീനാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ നിന്നും അഫ്താബ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. ഹ്യൂമെയിൻ 1 എന്നാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്. എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും രണ്ട് തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കാര്യമായിട്ട് കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പുകളിലും എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുന്നത്. ഇത് ഒന്നുകിൽ അത് മാക് OS ആയിരിക്കും, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ഇതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സൗദി അറേബ്യയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ പുതുതായി പുറത്തിറക്കിയ ഹ്യൂമെയിൻ എന്നറിയപ്പെടുന്ന സ്റ്റാർട്ടപ്പിന് കീഴിലാണ് ഹ്യൂമെയിൻ 1 എന്നറിയപ്പെടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത AI പൂർണ്ണമായും AI സാങ്കേതിക വിദ്യയിൽ കൂടി പ്രവർത്തിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് എങ്ങനെയാണോ നമ്മൾ സംസാരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഈ സിസ്റ്റത്തിനോട് സംസാരിക്കുവാൻ സാധിക്കുമെന്നുള്ളതും ഡാറ്റകളും മറ്റു വിവരങ്ങളും അനലൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ആദ്യഘട്ടത്തിൽ അക്കൗണ്ടിംഗ് ഉൾപ്പെടെ പ്രൊക്യൂർമെന്റ് ഉൾപ്പെടെയുള്ള മേഖലകളെല്ലാം തന്നെ ഈ ഒരു സിസ്റ്റം ഉപയോഗപ്പെടുന്നതോടുകൂടി വളരെ വേഗത്തിൽ ഡാറ്റ വിശകലനം ചെയ്യുവാനും അതോടൊപ്പം തന്നെ വിവരങ്ങൾ പരസ്പരം കൈമാറുവാനും സംവദിക്കുവാനും സാധിക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിൽ നിന്ന് സൗദി അറേബ്യയിലെ ഹ്യൂമെയിൻ സ്റ്റാർട്ടപ്പിന്റെ CEO താരിഖ് അറിയിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും പുതിയൊരു AI മേഖലയിൽ കൂടി സൗദി അറേബ്യ പ്രവേശിക്കുകയാണ്. 2034 കൂടി തന്നെ സൗദി അറേബ്യയിൽ പുത്തൻ ഡാറ്റാ സെന്ററുകൾ അതിന്റെ ഏറ്റവും പരമാവധി കപ്പാസിറ്റിയിൽ പ്രവർത്തനം ആരംഭിക്കും. 2026 തന്നെ ഇതിന് തുടക്കം കുറിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഈ പുതുതായി പ്രഖ്യാപിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരും മാസങ്ങളിൽ അതിന്റെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും ഇന്ന് അവരുടെ CEO അറിയിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ AI മേഖലയിൽ സൗദി അറേബ്യയുടെ പുതിയ ചുവടുവെപ്പായിരിക്കും ഹ്യൂമെയിൻ എന്നറിയപ്പെടുന്ന ഈ ഹ്യൂമെയിൻ 1 ഓപ്പറേറ്റിംഗ് സിസ്റ്റം. റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ, മീഡിയ 1. കുവൈത്ത് മലയാളിയുടെ ഹൃദയത്തിൽ പതിഞ്ഞൊരു പേരുണ്ട്, അബ്ബാസിയ. നാടിന്റെ ചൂടും ഭാഷയുടെ താളവും നിറഞ്ഞ ഈ ചെറു കേരളം ഇന്നും ആയിരക്കണക്കിന് പ്രവാസികളുടെ ഓർമ്മയായി നിലകൊള്ളുന്നു. മലയാളി ജീവിതത്തിന്റെ യാത്ര, ഒരു പ്രദേശത്തിന്റെ വളർച്ച, അതൊന്നും നമുക്ക് കണ്ടുവരാം. ലോകത്തിന്റെ ഏത് കോണിലും മലയാളികളുടെ കാൽപ്പാടുണ്ട്. 5 പതിറ്റാണ്ടിലേറെയായി നീളുന്ന മലയാളി പ്രവാസത്തിന്റെ ഒരു കഥ പറയാം. അബ്ബാസിയുടെ കഥ. 1970-75 കാലഘട്ടം. ആ കാലത്താണ് കപ്പലുകളിലും മറ്റു വഴികളും എത്തിയ മലയാളികൾ പതുക്കെ അബ്ബാസിയിൽ താമസം ആരംഭിച്ചത്. കാലം കടന്നപ്പോൾ മലയാളികൾ തന്നെ ഉണ്ടാക്കിയ ഒരു മിനി കേരളമായി ഈ പ്രദേശം മാറിയിരിക്കുന്നു. സൗദിയിൽ ബത്തയും ഷർഫിയയും പോലെ, ദുബായിൽ നൈഫ് പോലെ, കുവൈത്തിലെ മലയാളികളുടെ ഹൃദയത്തിൽ പതിഞ്ഞു നിൽക്കുന്ന പേരാണ് അബ്ബാസിയ. കുവൈത്തിലെ ഫർവാനിയ ഗവർണറ്റിലെ ജലീബ് അൽ ഷുയേഖ്. മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്നത് അബ്ബാസിയ എന്നാണ്. ജലീബ് എന്ന അറബി വാക്കിന്റെ അർത്ഥം കിണർ എന്നാണ്. വെള്ളത്തിന്റെ ഓർമ്മയും ജീവിതത്തിന്റെ പ്രതീകവുമാണ് ആ പേര് സൂക്ഷിക്കുന്നത്. 1960കളിലും 70കളിലും കുവൈത്ത് വളരുമ്പോൾ ഈ പ്രദേശവും കുടിയേറ്റക്കാരുടെ പുതിയ ലോകമായി. 70-75 കാലഘട്ടത്തിൽ മലയാളികളുടെ പാദമുദ്രകൾ ഇവിടെ പതിഞ്ഞു. 1-2 മുറികളിൽ നിന്ന് ആരംഭിച്ച ജീവിതം കടകളും ചായക്കടകളും ചെറുകിട കച്ചവടങ്ങളും ചേർന്ന് മലയാളികളുടെ സ്വന്തം ഗ്രാമമായി വളർന്നു. ഇന്ന് അബ്ബാസിയുടെ തെരുവുകളിൽ മലയാളം ബോർഡുകളും കേരളത്തിന്റെ ഗന്ധവുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. പ്രവാസ ജീവിതം ആദ്യമായിട്ട് തുടങ്ങിയത് ദുബൈയിലായിരുന്നു. അതിനുശേഷമാണ് കുവൈറ്റിലേക്ക് പ്രവാസ ജീവിതം ആരംഭിച്ചത്. ഏകദേശം 16 വർഷമായി ഞാനിവിടെ അബ്ബാസിയിൽ വസിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ ജനങ്ങളെ പോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഇവിടെ എല്ലാ മതക്കാരും രാഷ്ട്രീയക്കാരും ജാതിഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന വളരെ വിശാലമായ മനസ്ഥിതിയിലുള്ള ഒരു സ്ഥലമായിട്ടാണ് കാണപ്പെടുന്നത്. ചായക്കടകളിലെ ചർച്ചകളും പുഞ്ചിരിയും എല്ലാം നാടിന്റെ ഓർമ്മയാണ്. ഇതൊരു പ്രദേശമല്ല, മലയാളികളുടെ ആത്മാവാണ്. ചർച്ച്, പള്ളി, ക്ഷേത്രം എല്ലാം ഇവിടെ ഒരുമിച്ച് ശ്വസിക്കുന്നു. ഓണം, ഈദ്, ക്രിസ്മസ്, മതത്തിനതീതമായ ആഘോഷങ്ങളുടെ നാടാണ് അബ്ബാസിയ. കായിക രംഗത്തും അബ്ബാസിയെ കൊണ്ട് അഭിമാനകരമായ ഒരു പാരമ്പര്യം. ഇവിടെ കളിച്ച പലരും പിന്നീട് കുവൈത്ത് ദേശീയ ടീമിൽ വരെ സ്ഥാനം നേടിയിട്ടുണ്ട്. ക്രിക്കറ്റിൽ നിന്ന് ബാഡ്മിന്റൺ വരെയായി ഇന്ന് ആയിരങ്ങൾ കായിക രംഗത്ത് സജീവമാണ്. ഒരു പ്രവാസിയായി ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചത് ഇവിടുത്തെ ഒരു സ്പോർട്സ് ഈവൻറ്റുകൾ. നാട്ടിലും കുറേ കളികളും ഷട്ടിലും എല്ലാം കളിച്ച് ഇവിടെ വന്നതാണ്. അതൊക്കെ മിസ് ചെയ്യുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഈ അബ്ബാസിയ എന്ന് പറഞ്ഞ ഒരു
സ്ഥലത്ത് വന്നേ പിന്നെ നമുക്ക് മലയാളികളുടെ കൂട്ടായ്മ കൂടുതലാണ്. അതുപോലെ തന്നെ സ്പോർട്സ് ഈവൻറ്റ്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജനസമൂഹം ഇവിടെയുണ്ട്. അങ്ങനെ ഒരു ഇതിൽ വന്നുപെട്ട വളരെ ഭാഗ്യമായിരുന്നു. അതിനകത്ത് ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, ബാഡ്മിൻ്റൺ എല്ലാം ഒരു ഈവനിങ് ടൈമിൽ എല്ലാവരും അത് ഇവിടെ കളിക്കാൻ അവസരമുണ്ട്. 1985 ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ പുതിയ അധ്യായവും തുറന്നു. ആ വർഷം സ്ഥാപിതമായ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഈ പ്രദേശത്തെ ആദ്യ ഇന്ത്യൻ സ്കൂളായി കണക്കാക്കപ്പെടുന്നു. അത് തന്നെയായിരുന്നു മലയാളി സമൂഹത്തിന്റെ വളർച്ചയിലെ മറ്റൊരു മൈൽ സ്റ്റോൺ. അബ്ബാസിയ, പേരിൽ കിണറിന്റെ ഓർമ്മ, ഹൃദയത്തിൽ ഒരു നാടിന്റെ മണം, പ്രവാസ ജീവിതത്തിന്റെ ചൂടും ആത്മാവും. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ മയക്കുമരുന്ന് കള്ളക്കടത്തുകാർക്ക് വധശിക്ഷ ഉൾപ്പെടുത്തിയ നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അഹമ്മദ് അസബാഹിന്റെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭയാണ് തീരുമാനമെടുത്തത്. കള്ളക്കടത്തുകാർ, ഡീലർമാർ, പ്രൊമോട്ടർമാർ എന്നിവർക്ക് വധശിക്ഷയും കനത്ത പിഴയും ഉൾപ്പെടെയുള്ള ശിക്ഷയാണ് നിയമം നിർദ്ദേശിക്കുന്നത്. നിയമത്തിന്റെ അന്തിമ അംഗീകാരം ലഭിക്കാനായി കരട് പ്രമേയം അമീറിന് സമർപ്പിക്കുമെന്ന് മന്ത്രിസഭ അറിയിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ബഹ്റൈന്റെ ടൂറിസം മേഖലയ്ക്ക് ഉണർവ് പകരുന്നതായി റിപ്പോർട്ട്. ബഹ്റൈനും യൂറോപ്യൻ നഗരങ്ങൾക്കുമിടയിൽ വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും വിനോദസഞ്ചാര രംഗത്തെ വളർച്ചയ്ക്ക് സഹായകമാകുന്നു. 2024 നവംബറിനും 2025 ഏപ്രിലിനുമിടയിൽ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായത്. ഈ കാലഘട്ടത്തിൽ 40,000-ഓളം സന്ദർശകരെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ സാധിച്ചു. ബഹ്റൈനും യൂറോപ്യൻ നഗരങ്ങളുമായുള്ള വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് വിനോദസഞ്ചാര മേഖലയിലെ വളർച്ചയ്ക്ക് ഊർജ്ജം പകർന്നത്. ബഹ്റൈനും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ യാത്രകൾ എളുപ്പമായതും യൂറോപ്പിലേക്ക് പോകുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനമുണ്ടായതും ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകമായി. യൂറോപ്യൻ ട്രാവൽ ഏജൻസികളുമായി ചേർന്ന് നേരിട്ടുള്ള യാത്രാ പാക്കേജുകൾ സംഘടിപ്പിക്കാനുള്ള കരാറുകൾ വഴി യാത്രാ സൗകര്യങ്ങൾ എളുപ്പമാക്കിയതും ബഹ്റൈനിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് പകർന്നു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. സൗന്ദര്യത്തിന്റെയും സൗരഭ്യത്തിന്റെയും ലോകത്തെ ഏറ്റവും വലിയ പ്രദർശനങ്ങളിലൊന്നായ ബ്യൂട്ടി വേൾഡ് മിഡിൽ ഈസ്റ്റ് എക്സിബിഷൻ ദുബായിൽ ആരംഭിച്ചു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് അന്താരാഷ്ട്ര വ്യാപാരമേള നടക്കുന്നത്. ലോകമെമ്പാടുമുള്ള പ്രമുഖ ബ്രാൻഡുകൾ പ്രദർശനത്തിന്റെ ഭാഗമാണ്. ലോകത്തിലെ തന്നെ സൗന്ദര്യ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് നിർണായകമായ വേദിയാണ് ബ്യൂട്ടി വേൾഡ് മിഡിൽ ഈസ്റ്റ്. 3 ദിവസത്തെ മേളയിൽ ലോകോത്തര സൗന്ദര്യ ബ്രാൻഡുകൾ മുതൽ പുതിയ സാങ്കേതിക വിദ്യകളും അസംസ്കൃത വസ്തുക്കളും വരെ പ്രദർശനത്തിനുണ്ട്. 29ാം സീസണിൽ 2400-ലധികം കമ്പനികളാണ് പങ്കെടുക്കുന്നത്. 160-ലധികം രാജ്യങ്ങളിൽ നിന്നായി 80,000-ലധികം പേരാണ് മേളയിൽ സന്ദർശകരായി എത്തുന്നത്. കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി സംരംഭകരും ബ്രാൻഡുകളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ഒരു 15 വർഷത്തോളം ഈ ബ്യൂട്ടി വേൾഡ് പങ്കെടുക്കുന്ന ആളാണ് സ്ഥിരമായിട്ട്. ഈ ബ്യൂട്ടി വേൾഡിന് കിട്ടിയ കുറെ റെഫറൻസ് പ്രകാരമാണ് GCC-യിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് ആഫ്രിക്കൻ കൺട്രീസ് ഉണ്ട്. മാനുഫാക്ചർ ചെയ്യുന്ന കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ കാലിക്കറ്റാണ് മാനുഫാക്ചറിംഗ് ഉള്ളത്. വ്യത്യസ്ത ഉൽപ്പന്നങ്ങളാണ് മേളയുടെ മറ്റൊരു പ്രത്യേകത. This is our second time, I can say here. It's going to be coming as a music that will reflect your personality. Through a couple of questions, we will know who you really are. And according to that, we're going to give you the perfume according to your personality. പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ തത്സമയ ഷോകളും മേഖലയിലെ ഭാവിയും വളർച്ചയും ചർച്ച ചെയ്യുന്ന കോൺഫറൻസുകളും മേളയുടെ ഭാഗമാണ്. പ്രാദേശിക അന്താരാഷ്ട്ര ബ്രാൻഡുകൾക്ക് വലിയ വാണിജ്യ സാധ്യതകളാണ് പ്രദർശനം തുറന്നുകൊടുക്കുന്നത്. മീഡിയ 1, ദുബായ്. മസ്കത്തിലെ മത്രയിൽ മലയാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വയനാട് മാനന്തവാടി സ്വദേശി മാർട്ടിൻ മാത്യുവിനെയാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് കൈരളി പ്രവർത്തകർ അറിയിച്ചു. 30 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ സർക്കാർ ജീവനക്കാരെ നിർബന്ധിത വിരമിക്കലിന് റഫർ ചെയ്യുന്നുവെന്ന വാർത്ത നിഷേധിച്ച ഒമാൻ. ഔദ്യോഗിക സ്രോതസ്സുകൾ വഴി മാത്രം വിവരങ്ങൾ സ്ഥിരീകരിക്കണമെന്ന ആവശ്യം. ബാങ്കിംഗ് ഇടപാടുകൾക്ക് പൊതു വൈഫൈ ഉപയോഗിക്കുന്നതിൽ മുന്നറിയിപ്പ് നൽകി ദുബായ് പോലീസ്. ഡാറ്റ മോഷണം, മാൽവെയർ ആക്രമണം, ഉപകരണം ഹാക്ക് ചെയ്യൽ എന്നിവയ്ക്ക് സാധ്യത. ദുബായിലെ നാദ് അൽ ഷെബയിൽ ഡ്രോൺ വഴിയുള്ള ഫുഡ് ഡെലിവറി തുടങ്ങി. നാദ് അൽ ഷെബ അവന്യൂ മാളിൽ നിന്ന് ഗ്രാൻഡ് മോസ്കിന് സമീപമുള്ള വീടുകളിലേക്ക് പുതിയ ഡ്രോൺ റൂട്ട് വഴി ഭക്ഷണം നൽകും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ 6ാമത്തെ രാജ്യമായി കുവൈത്ത്. ഗാലപ്പിന്റെ 2025-ലെ ഗ്ലോബൽ സേഫ്റ്റി റിപ്പോർട്ട് പ്രകാരം 91% പോയിന്റോടെയാണ് കുവൈത്തിന്റെ നേട്ടം. ഹജ്ജ് രജിസ്ട്രേഷൻ നവംബർ 15 വരെ നീട്ടി ഖത്തർ ഔഖാഫ്. കാലാവധി നീട്ടിയത് പൊതുജനാഭ്യർത്ഥന കണക്കിലെടുത്ത്.
കുവൈത്തിൽ പോത്തിറച്ചി ഓസ്ട്രേലിയൻ ആട്ടിറച്ചിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിൽപ്പന. വ്യാജ ബില്ലുകളും ഇൻവോയ്സുകളും ഉപയോഗിച്ചാണ് തട്ടിപ്പ്. ഒമാനിലെ മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ രജിസ്ട്രേഷന് മികച്ച പ്രതികരണം. 10ാം ക്ലാസ്സിലും +2വിലും 90% മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയാണ് മീഡിയ വൺ ആദരിക്കുന്നത്. നവംബർ 8 സലാലയിലും 15 മസ്കത്തിലുമായി ഒമാനിലെ പുരസ്കാര വിതരണം നടക്കും. പഠനത്തിൽ മികവ് പുലർത്തുന്ന GCCയിലെ വിദ്യാർത്ഥികൾക്കായുള്ള മീഡിയ വണ്ണിന്റെ ആദരം തുടരുകയാണ്. UAEക്ക് ശേഷം മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന് ഇനി ഒമാനാണ് വേദിയാവുക. മബ്രൂക്കിന് ഒമാനിലെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. രജിസ്ട്രേഷൻ ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ വർഷം വളരെ വിജയകരമായ രൂപത്തിൽ 500-ലധികം കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് സലാലയിലും മസ്കറ്റിലുമായിട്ട് പങ്കെടുത്തത്. അതിന്റെ അടുത്ത എഡിഷനാണ് ഇപ്പോൾ ഈ വർഷം നടക്കാൻ പോകുന്നത്. മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം നൽകുന്ന ഒരു പരിപാടിയാണ് മബ്രൂക്ക് എന്ന് പറയുന്നത്. GCC മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ അക്കാദമിക നിലവാരത്തിലേക്ക് അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു പരിപാടി ഇല്ല എന്നതുകൊണ്ട് തന്നെ ഈ പരിപാടി ഏറെ ശ്രദ്ധേയമാണ്. 10ാം ക്ലാസ്സിലും +2വിലും 90%-ലേറെ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയാണ് മീഡിയ വൺ ആദരിക്കുന്നത്. ഒമാനിലെ പുരസ്കാര വിതരണത്തിലെ ആദ്യഘട്ടം നവംബർ 8 സലാലയിൽ നടക്കും. ലുബാൻ പാലസ് ഹാളിൽ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പുരസ്കാര വിതരണം നടക്കും. മസ്കത്തിലെ മിഡിൽ ഈസ്റ്റ് കോളേജാണ് 2ാം വേദി. നവംബർ 15 പുരസ്കാര വിതരണം. പ്രവാസി വിദ്യാർത്ഥികളുടെ പഠന മികവിനെ ആദരിക്കാനുള്ള മീഡിയ വണ്ണിൻ്റെ ഇനീഷ്യേറ്റീവിനെ ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് നാട്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഗൾഫ് മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. എന്തായാലും ഈ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അവിസൻ ഗ്രൂപ്പിൻ്റെ എല്ലാ സന്തോഷവും പങ്കുവെക്കുകയാണ്. GCCയിലുടനീളം 11 വേദികളിലായി 3000-ഓളം വിദ്യാർത്ഥികളെയാണ് മീഡിയ വൺ ഗൾഫ് ടോപ്പേഴ്സിലൂടെ കഴിഞ്ഞ വർഷം ആദരിച്ചത്. ഒമാനിൽ 500-ലധികം വിദ്യാർത്ഥികളാണ് മീഡിയ വണ്ണിൻ്റെ ആദരം ഏറ്റുവാങ്ങിയത്. അവിസൺ ഫാർമസി, ബ്ലൂ ലൈൻസ്, ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഗൾഫ് ടെക് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഒമാനിൽ മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് ഒരുക്കുന്നത്. മീഡിയ വൺ, മസ്കത്ത്.